ഉന്നതത്തിൽ നിന്നും ഉദയരശ്മി. 2016 നവംബർ 27. മംഗലവാർത്ത 1-ാം ഞായർ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് വിചിന്തന വിഷയം. സഖറിയ എലിസബത്ത് ദമ്പതികൾ ദൈവത്തിരുമുൻപിൽ നീതിനിഷ്ഠർ, ജീവിതത്തിലെ കുറവുകളിൽ പരിതപിക്കാതെ ആത്മീയതയുള്ള കുടുംബജീവിതം നയിക്കുന്നവർ. സഖറിയ പുരോഹിതനാണ്, ദൈവശുശ്രൂഷകൻ. ജീവിത സാഹചര്യങ്ങളെ പരാതിയില്ലാതെ അംഗീകരിച്ചെങ്കിലും എന്നും പ്രാർത്ഥനയിൽ ആശ്വാസം കൊണ്ടു. ഫലസിദ്ധിയിൽ വിശ്വാസമില്ലാത്ത പ്രാർത്ഥന വെറും അധരവ്യായാമം മാത്രമായി തീർന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന അരുളപ്പാട് കൗതുകമായി തോന്നി. അവിശ്വസിച്ചു. വിശ്വാസിയായി കാണപ്പെടുമ്പോൾ തന്നെ അവിശ്വാസത്തിന്റെ അടയാളം പേറുന്നവനായി സഖറിയ മൂകനായി. എലിസബത്തിന്റെ വാക്കുകൾ സഖറിയായിക്ക് ഒരു തിരുത്താണ്. കർത്താവ് കടാക്ഷിച്ചു, കരുണ കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവാശ്രയ ബോധത്തിന്റെ പ്രകാശനങ്ങളാവട്ടെ. ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല.